പ്രകൃതി മഞ്ഞപ്പട്ടുടുത്ത കണിക്കൊന്നകളാൽ സമൃദ്ധമാകുന്ന ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയൊരു ഉദയത്തെ കുറിക്കുന്ന സുദിനമാണല്ലോ വിഷു. 2026 ഈ വിഷു സംക്രമം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശകിരണം ചൊരിയുന്ന വലിയൊരു പരിവർത്തനത്തിന്റെ കാഹളമാണ്. ജ്യോതിഷ ചക്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി ശുക്രന്റെ ആധിപത്യമുള്ള നക്ഷത്രമാണ്. സർഗാത്മകതയും ദൃഢനിശ്ചയവും ഒത്തുചേരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി 10 വിതച്ചാൽ ധരണി 10 വിളയുമെന്ന പഴമൊഴി അനർത്ഥമാക്കാൻ പോകുന്ന ഒരു വർഷമാണ് വരാനിരിക്കുന്നത്. ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മനാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ സ്വീകരിക്കാനും കരുത്തുള്ളവരാണ് നിങ്ങൾ. 2026 വിഷുക്കണി കണ്ടുണരുമ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒപ്പം ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാകാം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കഠിനമായ പരിശ്രമങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം തേടിയാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ഒരു പുതിയ വിത്ത് മണ്ണിൽ മുളച്ചു പൊങ്ങാൻ അതിശക്തമായ ഊർജം പ്രയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഭാഗ്യത്തിന്റെ പുത്തൻ നാമ്പുകൾ മുളപൊട്ടാൻ പോകുന്ന സമയമാണിത്. വിഷുക്കണിയിലെ കൃഷ്ണരൂപവും കൊന്നപ്പൂക്കളും വിളക്കിലെ നാളവും ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമാണ്. അതുപോലെ 2026 വിഷു സംക്രമം മുതൽ ഭരണി നക്ഷത്രക്കാരുടെ കർമ്മരംഗത്തും കുടുംബജീവിതത്തിലും ഭാഗ്യത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ആർക്കും കീഴടങ്ങാത്ത സ്വഭാവവും ലക്ഷ്യബോധവും കൈമുതലായുള്ള നിങ്ങൾക്ക് ഈ വർഷം പല ഭാഗ്യാനുഭവങ്ങളും സമ്മാനിക്കും. എന്നാൽ ആവേശം കാണിക്കുമ്പോഴും വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. സാമ്പത്തികമായി എങ്ങനെ ഭദ്രത കൈവരിക്കാം, തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ എങ്ങനെ മാറും, കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പം വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം, ആത്മീയമായ ഉണർവ് എങ്ങനെയുണ്ടാകും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായ ചിന്തകളോടെയാണ് നാം ഈ വിഷുബലത്തിലേക്ക് കടക്കുന്നത്. അനാവശ്യമായ തർക്കങ്ങളും എടുത്തുചാട്ടവും ഒഴിവാക്കിയാൽ ഭരണി നക്ഷത്രക്കാർക്ക് 2026 ഒരു സുവർണ വർഷമായി മാറുമെന്നതിൽ തർക്കമില്ല. കൃഷ്ണൻ തന്റെ കയ്യിലുള്ള ഓടക്കുഴലിലൂടെ മനോഹരമായ സംഗീതം പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും രാഗങ്ങൾ വിരുന്നെത്തട്ടെ. ഭരണി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഭാഗ്യാനുഭവങ്ങളെയും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും കുറിച്ച് തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നീ മേഖലകളിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. 2026 വിഷു മുതൽ ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽ രംഗത്ത് വലിയ ചലനങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കും. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നും ചില കുതന്ത്രങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഓഫീസിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വർഷത്തിന്റെ പകുതിയോടെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 വിഷുവിന് ശേഷമുള്ള സമയം ഗുണകരമാണ്. പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കലാരംഗം, ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനും ബിസിനസ് വ്യാപിപ്പിക്കാനും ഈ കാലയളവ് സഹായിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് സർഗാത്മകത കൂടുതലാണ്. സിനിമ, നാടകം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് 2026 വലിയ പേരും പ്രശസ്തിയും ലഭിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 ഭരണി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം വരാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭമോ കോടതി വ്യവഹാരങ്ങളിലൂടെ ലഭിക്കേണ്ട ധനമോ ഈ വർഷം കൈവശം വന്നു ചേരാം. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. ഷെയർ മാർക്കറ്റിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്നവർ മിതത്വം പാലിക്കുന്നത് നന്നാവും. വരവ് വർദ്ധിക്കുന്നത് പോലെ തന്നെ ചെലവുകളും ഏറാൻ സാധ്യതയുണ്ട്. വീട് നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, വാഹനങ്ങൾ വാങ്ങൽ എന്നിവയ്ക്കായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. കടം കൊടുക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുക. തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വർഷാവസാനത്തോടെ അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന വർഷമാണ് 2026. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി ചില നിസ്സാര കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കി പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ടു പോകണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ദീർഘകാലമായി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ അനുയോജ്യമായ സമയമാണ്. മാതാപിതാക്കളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനപരമായി പരിഹരിക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഉണ്ടായ ഉത്കണ്ഠകൾക്ക് അറുതി വരും.
കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരങ്ങൾ ലഭിക്കും. എങ്കിലും കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് 2026 ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കും. ജോലിഭാരവും കുടുംബ ഉത്തരവാദിത്തങ്ങളും കാരണം ഇടയ്ക്ക് മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിക്കുകയും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുകയും വേണം. അമിതമായ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് ഈ വർഷം അത്യാവശ്യമാണ്. തീർത്ഥാടന യാത്രകൾക്ക് അവസരം ലഭിക്കും. കുലദൈവ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും മനസ്സിന് സമാധാനം നൽകും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി കർമ്മദോഷങ്ങൾ അകലുകയും മാനസികമായ സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് 2026 വിഷുബലം വളരെ അനുകൂലമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, നിയമം എന്നിവ പഠിക്കുന്നവർക്ക് ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വായനയിലും അറിവ് സമ്പാദിക്കുന്നതിലും ഭരണി നക്ഷത്രക്കാർ കാണിക്കുന്ന താല്പര്യം അവരെ പുതിയ ഉയരങ്ങളിലെത്തിക്കും. ആരോഗ്യകാര്യത്തിൽ മിതത്വം പാലിക്കേണ്ട വർഷമാണിത്. ഭരണി നക്ഷത്രക്കാർക്ക് ഉദരസംബന്ധമായ അസുഖങ്ങളോ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം ഉറക്കക്കുറവിനും ക്ഷീണത്തിനും കാരണമായേക്കാം. കൃത്യമായ വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് വഴി വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. സ്വന്തമായി വീടെന്ന സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമായേക്കാം. വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ലാഭകരമായ ഡീലുകൾ ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള മാസങ്ങൾ അനുകൂലമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അവസരം ലഭിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത വേണം. ചില സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രത്തിന്റെ അധിപദേവത ഭദ്രകാളിയാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്. ശനിദോഷങ്ങൾ അകറ്റാൻ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിപ്പിക്കുക. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ വസ്ത്രങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ഗുണകരമാണ്. വെള്ള, ക്രീം, ഇളം ചുവപ്പ് എന്നീ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. കറുത്ത നിറം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. 2026 വിഷു ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വളർച്ചയും കുടുംബത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളും നൽകുന്ന ഒരു വർഷമാണ്. എല്ലാ വെല്ലുവിളികളെയും ധീരമായി നേരിടാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം. സാമ്പത്തിക അച്ചടക്കവും ആരോഗ്യ സംരക്ഷണവും ഈ വർഷത്തെ വിജയമന്ത്രങ്ങളാണ്. ഈശ്വര വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ടു പോയാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകും.